ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വെക്കേഷന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇടാനുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്നൊരു പോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ലിപ്സ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വയനാട് പോകാനാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഞങ്ങൾ വയനാട് കഴിഞ്ഞ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങ് ഊട്ടിക്ക് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഞങ്ങൾ ബോർഡറിലെത്തിയിട്ടാ. നമ്മളപ്പോൾ പെർമിറ്റോ ഈ പാസ്സോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. കുറേ സമയം അതെല്ലാം എടുക്കുന്നവരെ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് കേട്ടോ. അവിടെ നിറയെ മറ്റേ കുരങ്ങന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഇവർ കളിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഗൂഡല്ലൂരെത്തി. പെർമിറ്റ് എല്ലാം കൂടി രാത്രിയായിട്ടാ. ഒരു 8 മണിയെല്ലാം ആയപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂരെത്തി. അവിടെയായിരുന്നു സ്റ്റേ. അപ്പോൾ ഇതാ അവിടെ നിന്ന് എടുത്ത വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി ഇങ്ങനെ ഫുൾ ലൈറ്റെല്ലാം ആയിട്ട് കാണാൻ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണിയെല്ലാം ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരവണഭവൻ എന്നാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ നെയ് റോസ്റ്റ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ, ഊട്ടിക്ക് തിരിച്ചു. അങ്ങോട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റി പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, കാണാൻ തന്നെ അടിപൊളിയാണ്. നമ്മളെ നാട്ടിലേക്കാളും കുറച്ചും കൂടി വ്യത്യാസമാണല്ലോ അങ്ങോട്ട്. ചെറിയ ചെറിയ കോവിലുകളും കടകളെല്ലാം ആയാലും എല്ലാം ഒരു ചെറിയ നാടൻ രീതിയിലുള്ള പണ്ടത്തെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം ആണ്. രാവിലത്തെ ഒരു കാഴ്ച നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയെല്ലാം നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടു പോവാൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തേയിലത്തോപ്പുകളും എല്ലാം വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. കോടയുണ്ടായിരുന്നു. കുറേ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ല കോടയെല്ലാം കാണാൻ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് കാണാം.
അപ്പോൾ ഇതാ ഞങ്ങൾ ഊട്ടി എത്തി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം പോയത് ഷൂട്ടിംഗ് പോയിൻറ്റിലാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിൻറ്റിൽ നിന്നെല്ലാം ഇറങ്ങി ഞങ്ങൾ പോവാണ് കേട്ടോ. ഇതാ അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കോടയെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ലൊരു തണുപ്പുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒരു നല്ലൊരു തണുപ്പും ഒരു നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. മഴയുള്ള സമയമായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, ഒന്നങ്ങനെ രാവിലെ ഒന്നും നമ്മൾ ഒരു ഉച്ച കഴിയുന്നവരെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് കാണാൻ പറ്റി. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് മഴ പെയ്യുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ട നന്നായിട്ട് കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് റോഡൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ. റോസ് കുറവായിരുന്നെങ്കിലും ഫ്ലവേഴ്സ് വെച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളും അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ വരെ. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.